മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഗുരുവായൂർ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണന് ടിപ്പു സുൽത്താനെതിരെ നല്ല ഒന്നൊന്നര മറുപടിയുമായിട്ട് രംഗത്തെത്തി. ടിപ്പു സുൽത്താൻ റോഡൊക്കെ എന്ത് ഉണ്ടക്കാണ് ഇവിടെ വെച്ച് മുന്നോട്ട് പോകുന്നത് എന്ന ലളിതമായ ഒരു ചോദ്യം ചോദിച്ചപ്പോഴേക്ക് ഒരുപാട് ആളുകൾ ഉറഞ്ഞു തുള്ളി വീഴുന്നുണ്ട്, ചാടി വീഴാണ്. ഓരോ ആളുകളും ചാലങ്ങും വിലങ്ങും ഗോപാലകൃഷ്ണനെ ഒരുപാട് ആൾ തെറി വിളിക്കുന്നുണ്ട്. അത്തരം കുറച്ച് ഉദാഹരണങ്ങളും പിന്നെ ടിപ്പു സുൽത്താൻ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടിയത്, പ്രത്യേകിച്ച് എത്ര ക്ഷേത്രങ്ങൾ അടിച്ച് തകർത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്കുകളൊക്കെ നമുക്കൊന്ന് മുന്നോട്ട് വെക്കാം. ഏതായാലും ഗോപാലകൃഷ്ണൻ എന്താണ് പറയുന്നത് എന്നൊന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അദ്ദേഹം പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. നമസ്കാരം. ഞാന് ഏങ്ങണ്ടിയൂർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പക്ഷേ ചുറ്റും വെള്ളം, കായല്, മനോഹരമായ തീരം ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി, ഞാൻ വന്ന വഴിയുടെ പേര് ഞാൻ ശ്രദ്ധിച്ചു. ആ വന്ന വഴിയുടെ പേര് ടിപ്പു സുൽത്താൻ വഴി എന്നാണ്. വാസ്തവത്തിൽ എത്രയോ മഹാന്മാരുടെ നാടാണ് ഈ ഏങ്ങണ്ടിയൂര്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചരിത്ര രചനയിൽ ഭാരത പാരമ്പര്യവും ഭാരതീയ സംസ്കാരവും ഭാരതത്തിന്റെ പൈതൃകവും എല്ലാം എഴുതിയിട്ടുള്ള വേലായുധൻ പണിക്കശ്ശേരിയുടെ വീട്, തറവാട്, ആ തറവാട്ടിലേക്ക് വരുന്ന ആ വഴിയുടെ പേര് ടിപ്പു സുൽത്താൻ റോഡെന്നാണ്. ടിപ്പു സുൽത്താനും ഈ നാട് തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. ടിപ്പു സുൽത്താൻ ഈ നാട്ടിൽ ആക്രമിച്ചു വന്നയാളാണ്. ആക്രമിച്ചു വന്നു മാത്രമല്ല, ക്ഷേത്രങ്ങൾ തകർത്തു, ഹിന്ദുക്കളെ കൊന്നൊടുക്കി, എത്ര കൊലപാതകങ്ങൾ ചെയ്തു. ഈ ഗുരുവായൂർ മണ്ഡലത്തിലടക്കം അദ്ദേഹം ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലാണ് റോഡ്. എന്തുകൊണ്ട്? വേലായുധൻ പണിക്കശ്ശേരി എന്ന് പറയുന്ന ഭാരതത്തിന്റെ, കേരളത്തിന്റെ, ഈ നാടിന്റെ ഒക്കെ ചരിത്രം രചിച്ച ആ മാന്യ അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ട് ആ റോഡിന് ഇടുന്നില്ല? എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ഇത് മാറണ്ടേ? ഇത് മാറുക തന്നെ ചെയ്യണം. ടിപ്പു സുൽത്താനെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേലായുധൻ പണിക്കശ്ശേരിയെ പോലെ ഏങ്ങണ്ടിയൂരിന്റെ മഹത്വം വളർത്തുന്ന ആളുകളെയാണ്, അവരുടെ പേരാണ് ഓർമ്മയിൽ നിലനിൽക്കേണ്ടത്. നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ ഈ ടിപ്പു സുൽത്താൻ റോഡ് എന്നൊക്കെ? എന്ത് തേങ്ങക്കാണ് എഴുതി വെക്കുന്നത്? ഈ ടിപ്പു സുൽത്താനുമായിട്ട് നമ്മുടെ ഈ നാടിന് എന്ത് ബന്ധമുള്ളത്? ഒരുപാട് ക്ഷേത്രങ്ങൾ തകർത്തത് കൊണ്ടാണോ ഈ ടിപ്പു സുൽത്താൻ എന്ന പേരൊക്കെ എഴുതിയിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ ആദരിച്ച് മുന്നോട്ട് പോകുന്നത്? ഓരോ ആളുകൾ മുന്നിൽ ലളിതമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു ബ്രിട്ടീഷുകാരന്റെ പേര് എഴുതിയിട്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട റോഡിനൊക്കെ കൊടുത്താൽ എന്താണ് അവസ്ഥ? നമ്മുടെ രാജ്യത്തെ അധിനിവേശം ചെയ്ത് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ തോന്നുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച അന്നത്തെ ഏതെങ്കിലും ബ്രിട്ടീഷുകാരുടെ പേര് എഴുതി വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ സാധിക്കുക? അതേപോലെ ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറം നിന്ന് ഈ ടിപ്പു സുൽത്താന്റെ പേരൊക്കെ നമ്മുടെ മലബാറിൽ നിന്ന് എടുത്ത് ആറ്റിലേക്ക് എറിയണോ? വെറുതെ പറയുന്നല്ല. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാം, കോൺഗ്രസ്സുകാർ ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ പേര് പോലും എഴുതി വെച്ച് ആദരിച്ചു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ തന്നെ രാജ്യം നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന സമയത്താണ് എടുത്ത് ആറ്റിൽ എറിഞ്ഞിട്ടുമുള്ളത്. ഏതായാലും ഈ ടിപ്പു സുൽത്താൻ മലബാർ പടയോട്ട സമയത്ത് എത്രത്തോളം ക്ഷേത്രങ്ങൾ അടിച്ചു തകർത്തു എന്നുള്ളതിന്റെ ഒരു കണക്ക് ഞാനൊന്ന് മുന്നോട്ട് വെക്കാം. എന്നിട്ട് ഓരോ മലയാളിയും ചോദിക്കുക, ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എന്നുള്ളത്. ഞാനൊന്ന് എടുത്ത് വായിച്ച് കേൾപ്പിക്കാം. മലബാർ പടയോട്ടക്കാലത്ത് ടിപ്പു സുൽത്താൻ നിരവധി ക്ഷേത്രങ്ങൾ തകർക്കുകയും ആക്രമിക്കുകയും ചെയ്തതായി ചരിത്രരേഖകളിലും മലബാർ മാനുവലിലും പരാമർശിക്കുന്നുണ്ട്. പ്രധാനമായും തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ക്ഷേത്രങ്ങളാണ് തകർക്കപ്പെട്ടത്. ഞാനൊന്ന് എടുത്തു വായിച്ച് കേൾപ്പിക്കാം എത്രത്തോളം ക്ഷേത്രങ്ങൾ ടിപ്പു സുൽത്താൻ ആക്രമിച്ചു എന്നുള്ളത്. പ്രധാനപ്പെട്ട ആക്രമിക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ് കേട്ടോ ഞാൻ ഈ വായിച്ചു കേൾപ്പിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം, തൃപ്രയാർ ക്ഷേത്രം, തിരുനാവായ ക്ഷേത്രം, തൃക്കാവ് ക്ഷേത്രം, കൂറ്റനാട് ക്ഷേത്രം സൈനിക സങ്കേതമാക്കി മാറ്റിയിട്ടുണ്ട്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം, പെരുമനം ക്ഷേത്രം, ഇരിങ്ങാലക്കുട ക്ഷേത്രം, വടകുണ്ട ശിവക്ഷേത്രം, മടായി ശിവക്ഷേത്രം, വയനാട്ടിലെ പുരാതന ക്ഷേത്രങ്ങള്, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അതിന്നും തകർക്കപ്പെട്ടത് പുനർനിർമ്മാണം നടത്തിയിട്ടില്ല. ഇതൊക്കെ തന്നെ മലബാർ പടയോട്ടക്കാലത്ത് ഈ ടിപ്പു സുൽത്താൻ എന്നൊക്കെ പറയുന്ന നീചൻ തകർത്തിട്ടുള്ളത്. ആ ടിപ്പു സുൽത്താന്റെ പേരിലൊക്കെ ഇവിടെ എന്ത് ഉണ്ടക്കാണ് റോഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? ഇത് ലളിതമായിട്ട് ഓരോ മലയാളിയും ചിന്തിക്കണ്ടേ? ഇതിനൊക്കെ ഈ ഒരു ചോദ്യം ഗോപാലകൃഷ്ണൻ ചോദിച്ചപ്പോഴേക്ക് ഒരുപാട് ആളുകൾ ഇതിലെന്ത് വർഗീയത? ഹിന്ദു ക്ഷേത്രങ്ങളെ ആക്രമിച്ച ഒരുത്തന്റെ പേര് റോട്ടിലിട്ടതല്ലേ യഥാർത്ഥ വർഗീയത?
അതിനെതിരെയല്ലേ ശബ്ദിക്കേണ്ടത്? ആ സമയത്തല്ലേ യഥാർത്ഥ മതേതരത്വം പുലരൂ? ഇത് ക്ഷേത്രങ്ങൾ ആക്രമിച്ചൊരുത്തന്റെ പേരെടുത്ത് കൊത്തിവെക്കുന്നത് കേരളത്തിൽ ഇതെന്താ പ്രത്യേക മതേതരത്വം? എന്താണ് ഇയാൾ കൊടുത്ത സംഭാവന? ഇയാൾ എന്താണ്? നമ്മുടെ മലബാറില്, നമ്മുടെ കേരളത്തെ തന്നെ, നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ, നിരവധി ആക്രമണങ്ങൾ നടത്തിയ ഈ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ സ്വന്തം നാടിനെ ആക്രമിക്കാൻ വരുന്ന ഒരുത്തന്റെ പേര് എഴുതിട്ട് കൊത്തിവെക്കുന്നത്? എന്നിട്ട് അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അത് വർഗീയതോ? എത്ര നിറകേടാണത്! ഇത് ഓരോ മലയാളികളും ചിന്തിക്കേണ്ടതാ. ഇതിലൊക്കെ നിരവധി ആളുകൾ ഗോപാലകൃഷ്ണനെതിരെ തെറി പറയുന്നുണ്ട്. സുഡാപ്പി ആളുകളാ. ടിപ്പു സുൽത്താൻ ഈ ടിപ്പു സുൽത്താന്റെ ചരിത്രം പോലും അറിയില്ല. സുൽത്താൻ കൊണ്ട് കണ്ടപ്പോ ചാടി വീയ. ഇതാണ് അവരുടെ ആ ഒരു സുഡാപ്പി മൈൻഡ് എന്ന് പറയുന്നത്. ഞാനൊരു കമന്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒരുപാട് തെറിവിളികളും തോന്നിയതൊക്കെ പറയുന്നുണ്ട്, അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ ഒന്ന് ഒരു കമന്റ് കൊടുക്കാം, ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒരു നവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. നീ ആദ്യം പോയി ടിപ്പു ആരാണെന്ന് പഠിക്കാൻ നോക്ക് ഗോപാല. വർഗീയത പടർത്തന് ഇവരെ കൊണ്ട് പറ്റൂ, അല്ലാതെ ജനങ്ങളുടെ പട്ടിണി ഇവർ മാറ്റില്ല. ഈ നവാസിനോടുള്ള ലളിതമായിട്ടുള്ള ചോദ്യ, ഈ ടിപ്പു സുൽത്താൻ എന്നൊരു ബോർഡിൽ എഴുതി വെച്ചിട്ട് എത്ര പട്ടിണിയാണ് മാറ്റിയിട്ടുള്ളത്? ഇവരൊക്കെ പട്ടിണി മാറുമോ ഇത് പറഞ്ഞാൽ? ഓക്കെ, വളരെ ലളിതമായിട്ടുള്ള തിരിച്ചുള്ള ചോദ്യമാണ്. ഈ ബോർഡില്, ഈ റോഡിന് ഈ ടിപ്പു സുൽത്താൻ എന്ന പേര് എഴുതി പിടിപ്പിച്ചിട്ട് എത്ര ആളുകളുടെ പട്ടിണി മാറി? ലളിതായിട്ട് ചോദ്യ. ഈ നാടിനെ നശിപ്പിച്ചൊരുത്തന്റെ പേര് മാറ്റുന്നതിന് പട്ടിണി കണക്കുമായിട്ട് വരേണ്ടത്? അതൊരുമിച്ചൊറ്റക്കെട്ടായിട്ട് ആ ടിപ്പു സുൽത്താൻ എന്ന് ആ റോഡിന് ആ പേരിടുന്നത് നീതികേടാണ്. ഇത് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു എന്നുള്ളത് കൃത്യം നമ്മളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പോലും കൃത്യമായിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്. മലബാറിലെ നായർ സമുദായക്കാരെ ശ്രീരംഗപട്ടണത്ത് ബന്ധനത്തിലാക്കുകയും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കുകയും ചെയ്തു എന്ന ചരിത്രരേഖകൾ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഇത് ഗൂഗിൾ ചെയ്ത് ആർക്കും കാണാം. ഈ ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞത് എന്തെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ഇന്നലകളിൽ ചരിത്രത്തിൽ സംഭവിച്ചൊരു യാഥാർത്ഥ്യം വിളിച്ചു പറയാ. ചരിത്രബോധമുള്ള ഒരു വ്യക്തിക്ക് ആ റോഡിന് ആ പേരിട്ടത് കണ്ടാലേ ഹൃദയം മിടിക്കുന്നിടത്. അത് സ്വന്തം നാടിനോട് കൂറുള്ള ഒരു മനുഷ്യരെ ആ പേരിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വേദന ഉണ്ടാവും. ആ വേദനയാണ് ഗോപാലകൃഷ്ണൻ കൃത്യമായിട്ട് എടുത്തുയർത്തിയത്. ഈ പറയുന്ന ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന വ്യക്തി എന്തു ഉണ്ട ചെയ്തിട്ടാ നമ്മുടെ നാട്ടിലെ റോഡിന് പേരിടുന്നത്? എന്തിനു വേണ്ടി? എന്നിട്ട് കുറെ ആളുകൾ പട്ടിണി, ഇത് പേരെഴുതി വെച്ചിട്ട് ഒരുപാട് പട്ടിണി മാറിയല്ലോ. അതായത് ഒരുപാട് ആളുകൾ കൂട്ടമായിട്ട് ഗോപാലകൃഷ്ണനെ ആക്രമിക്കുമ്പോൾ തന്നെ ഒരു കാര്യം സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിഞ്ഞോളൂ. ഇതാരെ പ്രേരിപ്പിക്കാനാണ് ഈ പേരൊക്കെ ഇവിടെ കൊത്തിവെച്ചത് എന്ന്? ഒരു മുസൽമാനോ ഒരു ക്രിസ്ത്യാനിക്കോ ഒരു ഹിന്ദുവിനോ ഏതൊരു ആരാധനാലയത്തെയും ആക്രമിച്ചൊരുത്തനെ അംഗീകരിക്കാൻ സാധിക്കൂല. അതേ സമയത്ത് തീവ്ര ചിന്തയുള്ള, ജിഹാദി ചിന്തയുള്ള, സുഡാപ്പി ചിന്തയുള്ള ആളുകള് അത് അംഗീകരിക്കും. അവരെ പോറ്റി വളർത്താൻ ഇവിടെ UDF LDF ഒക്കെ, അവരെ പ്രേരിപ്പിച്ചിട്ടാണ് ഇവിടെ ഈ ഭരണമൊക്കെ മുന്നോട്ട് വന്നത്. ഇതിനെതിരെയൊക്കെ നട്ടെല്ലുള്ള ആളുകൾ സംസാരിക്കും. അതാണ് ഗോപാലകൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞത്. നമ്മുടെ സംസ്കാരത്തെയാണ്, നമ്മുടെ നാടിനോട്, നമ്മുടെ മണ്ണിനോട് സ്നേഹമുള്ള ഒരാൾക്ക് ഈ പറയുന്ന ടിപ്പു സുൽത്താന്റെ പേര് കണ്ടാൽ വേദന ഉണ്ടാവും. അതെടുത്ത് ആറ്റിലെറിയാൻ തോന്നും. അതെടുത്ത് ആറ്റിലെറിയുക തന്നെ ചെയ്യണോ? അതിന് ഈ ഗോപാലകൃഷ്ണനെയൊക്കെ ഗുരുവായൂർ ജനത അങ്ങ് തിരഞ്ഞെടുത്താൽ മാത്രം മതി.